ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ ചെന്നിട്ടേ ഒന്നുകിൽ ചന്ദ്രശേഖരന്റെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മകനുണ്ട്, ഗൗതമൻ അവന്റെ പേര്. നീ അവനോട് പറയണം പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവര് തെരഞ്ഞാൽ എന്തായാലും പ്രിയങ്ക മോളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നു പോയി പറഞ്ഞ നിനക്ക് 100 പുണ്യം കിട്ടും. അതിനെന്ത് സുമാര്യമേ, ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. പോകുമല്ലോ അല്ലേ? പോകാം. സുമാര്യമേ അകത്തേക്ക് എന്നേ. ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാ പോകുന്നത്. അതിനെന്താ, ധൈര്യമായിട്ട് ഒന്നോ. തിരുമേനി, തിരുമേനി, തിരുമേനി. തിരുമേനി ഒന്ന് വേഗം വാ. തിരുമേനി, തിരുമേനി, നിന്നോട് തുറക്കാനാ പറഞ്ഞേ. തിരുമേനി, തിരുമേനി, വാതിൽ തുറക്കാൻ. എന്താ തിരുമേനി? അമ്മ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് കണ്ടോണ്ടാ വന്നത്. എന്നിട്ട് അമ്മ എവിടെ? മുത്തശ്ശൻ മുറിയിലേക്ക് കയറിയപ്പോ ഞാൻ കയറി വാതിലടച്ചു. തുറക്കാൻ, വാതിൽ തുറക്കടാ. അമ്മേ, എന്താ ഇത്? എന്റെ പൊന്നു തിരുമേനി, കണിമംഗലത്ത് പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പോലും. എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവിടെ പോയി ചന്ദ്രശേഖരന്റെ ഭാര്യയും മോനെയും കണ്ട് പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ എന്നോട് പോയി പറയാൻ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നോ? നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും, ഒന്ന് നിന്നെ കൊല്ലു ഞാൻ. ഇറങ്ങി പോകാൻ. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞ എന്താ അമ്മയ്ക്ക്? എന്നാ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി. ചെല്ലേ, നിന്നെ കാണിച്ചാലോടാ. എന്തിനമ്മ ഞങ്ങൾ എങ്ങനെ തീ തീറ്റിക്കുന്നേ? ഇല്ലാത്ത കാര്യം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അതിനു വേണ്ടി അലയാനാണോ? എടി, ഇല്ലാത്ത കാര്യമല്ലേ. അതിന്റെ വാസ്തവം എന്താണെന്ന് നിനക്ക് നിന്റെ ഭർത്താവിനും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി തരും. യശോദേ, ഇനി ഒരു കാരണവശാലും അമ്മയെ തനിച്ചാക്കി പുറത്തിറങ്ങരുത്. അത് അപകടമാ. എന്ത് ചെയ്യാൻ പറ്റും ദേവേട്ട? ദിവസം മുഴുവൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അടുക്കളയിലോ പുറത്തോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ട് ഒരു വിധി.